നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്, ഖിലാഫത്ത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലശേഷം മുസ്ലിം സമുദായത്തെ നയിക്കാൻ വന്ന ഭരണ സംവിധാനമാണിത്. നബിക്കു ശേഷം ഭരണമേറ്റെടുത്തവരെയാണ് ഖലീഫ എന്ന് വിളിച്ചിരുന്നത്. ആദ്യത്തെ 4 ഖലീഫമാരെ നമ്മൾ ഖുലഫ അൽ റാഷിദൂൻ എന്ന് വിളിക്കുന്നു. ആരാണവർ? അബൂബക്കർ. നബിയുടെ അടുത്ത അനുയായിയും ഉറ്റ സുഹൃത്തുമായിരുന്നു അദ്ദേഹം. നബി മരിച്ചപ്പോൾ മുസ്ലിം സമൂഹത്തെ ഒന്നിപ്പിച്ചു നിർത്തിയത് അദ്ദേഹമാണ്. ഉമർ ഇബൻ അൽ ഖത്വാബ്. ഇസ്ലാമിക സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വികസിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. റോമാ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും ഇസ്ലാമിക സൈന്യത്തിനു മുന്നിൽ കീഴടങ്ങി. ഉസ്മാൻ ഇബൻ അൽ അഫാൻ. ഖുർആൻ ക്രോഡീകരിച്ച് ഒരേ രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ കാലത്താണ്. അലി ബിൻ അബൂ താലിബ്. നബിയുടെ മരുമകനായ അദ്ദേഹം നീതിക്കും ധർമ്മത്തിനും ഏറെ പ്രാധാന്യം നൽകിയ ഖലീഫയായിരുന്നു. ഇനി ഒരു ഖലീഫയെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തിരുന്നത് എന്ന് നോക്കാം. ഇത് വളരെ ജനാധിപത്യപരമായ ഒരു പ്രക്രിയയായിരുന്നു. ഗോത്രത്തലവന്മാരും പ്രധാനികളുമെല്ലാം ഒരുമിച്ചുകൂടി ആലോചിച്ച് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ തിരഞ്ഞെടുക്കും. തിരഞ്ഞെടുക്കപ്പെട്ട ഖലീഫയോട് എല്ലാ പൗരന്മാരും കൂറു പ്രഖ്യാപിക്കുന്ന ചടങ്ങിനെയാണ് ബയ്യത്ത് എന്ന് പറയുന്നത്. ഇതൊരുതരം സത്യപ്രതിജ്ഞയാണ്. ഭരണകാര്യങ്ങളിൽ ഖലീഫയെ സഹായിക്കാൻ ഒരു ഉപദേശക സമിതി ഉണ്ടായിരുന്നു. ഇതിനെ മജ്ലിസ് ഉൽ ഷൂറ എന്ന് വിളിക്കുന്നു. അലി, അബു ഉബൈദ, ഉസ്മാൻ, തുവൽഹ തുടങ്ങി നബിയുടെ അടുത്ത അനുയായികൾ ഇതിലെ അംഗങ്ങളായിരുന്നു. ഇനി ഖിലാഫത്തിന്റെ ഭരണരീതിയെക്കുറിച്ച് പറയാം. ഭരണസംവിധാനം. സാമ്രാജ്യത്തെ ഭരണപരമായ സൗകര്യങ്ങൾക്കായി പല പ്രവിശ്യകളായി വിഭജിച്ചു. ഓരോ പ്രവിശ്യയ്ക്കും ഓരോ ഗവർണറുണ്ടായിരുന്നു. ധനകാര്യം. ദിവാൻ എന്നു പേരുള്ള ഒരു ധനകാര്യ വകുപ്പുണ്ടായിരുന്നു. ഇതിലൂടെ സാമ്രാജ്യത്തിന്റെ വരവുചെലവുകൾ കൃത്യമായി രേഖപ്പെടുത്തി. നികുതികൾ. 5 തരം പ്രധാന നികുതികളാണ് ഖിലാഫത്ത് കാലഘട്ടത്തിലുണ്ടായിരുന്നത്. 1. സക്കാത്ത്. മുസ്ലിങ്ങൾ നൽകേണ്ട നിർബന്ധിത നികുതി. ഇത് പാവപ്പെട്ടവർക്ക് നൽകും. 2. ജിസ്യ. സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാകാൻ മുസ്ലിം ഇതര പൗരന്മാർ നൽകിയിരുന്ന നികുതി. 3. ഖറാജ്. ഭൂനികുതി. 4. ഗണീമ. യുദ്ധത്തിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്ത്. 5. അൽഫായി. സർക്കാർ സ്വത്തിൽ നിന്നുള്ള വരുമാനം. സൈന്യം. ഒരു സ്ഥിരം സൈന്യവും ആവശ്യമുണ്ടാകുമ്പോൾ മാത്രം വിളിക്കുന്ന സൈന്യവും ഉണ്ടായിരുന്നു. സൈന്യത്തിന്റെ ശമ്പളം കൃത്യമായി നൽകിയിരുന്നു. നീതിന്യായം. നീതി നിർവഹണത്തിനായി പ്രത്യേക കോടതികൾ സ്ഥാപിച്ചു. ഈ കോടതികളിൽ ഖലീഫയോ അദ്ദേഹത്തിന്റെ ബന്ധുക്കളോ പോലും വിചാരണ നേരിട്ടിട്ടുണ്ട്. ഖാദി എന്ന പേരിലായിരുന്നു ന്യായാധിപന്മാർ അറിയപ്പെട്ടിരുന്നത്. ഇതൊക്കെയാണ് ഖിലാഫത്തിനെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ?